ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൽ 54 ശ്ലോകങ്ങൾ ശ്രദ്ധിച്ചു. 55-ാമത്തെ ശ്ലോകമാണിനി പഠിക്കുന്നത്. ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോമിത വിക്രമഃ അംഭോ നിധിരനന്താത്മാ മഹോദധിശയോന്തകഃ. ജീവോ വിനയിതാ സാക്ഷി മുകുന്ദോമിത വിക്രമഃ അംഭോ നിധിരനന്താത്മാ മഹോദധിശയോന്തകഃ. ജീവഃ വിനയിതാ സാക്ഷി. ഇത് വിനയിതാ സാക്ഷി എന്നീ ശബ്ദങ്ങൾ ചേർന്നതാവാം, അല്ലെങ്കിൽ വിനയിത അസാക്ഷി ശബ്ദങ്ങൾ ചേർന്നതാകാം. മുകുന്ദഃ അമിത വിക്രമഃ അംഭോനിധിഃ അനന്താത്മാ മഹോദധിശയഃ അന്തകഃ. ഇങ്ങനെ 8 പേരുകളാണ് ഉള്ളത് ഈ ഒരു ശ്ലോകത്തിൽ. ജീവഃ ജീവത്വം പ്രാണധാരണാത് എന്ന് പറയാറുണ്ട്. ജീവ പ്രാണധാരണ എന്നാണ് ധാതു. അപ്പം അങ്ങനെ വരുമ്പോൾ പ്രാണനെ ധരിക്കുന്നവൻ ആരാണ്? പ്രാണനെ ധരിക്കുന്നത്, പ്രാണനെ പോലും പരിപാലിക്കുന്നത് അവനാണ് ജീവൻ, ആത്മാ എന്നർത്ഥം. അവിടെ ജീവാത്മരൂപത്തിൽ, ക്ഷേത്രജ്ഞ രൂപത്തിൽ പ്രാണങ്ങളെ ധരിക്കുന്ന ആത്മാ എന്നുള്ള അർത്ഥം വരും. അപ്പം ജീവനും ഈശ്വരനും അഥവാ ജീവാത്മാവും പരമാത്മാവും ഏകമാണ് എന്ന ആ വേദാന്ത സന്ദേശത്തെ ബോധിപ്പിക്കുന്നതാണ് ഈശ്വര സൂചകമായി ജീവശബ്ദം പറയുന്നത്. അത് ശ്രദ്ധേയമാണ്. തുടർന്ന് വിനയിതാ സാക്ഷി എന്ന് വരുന്നു. ഈ വിനയിതാ സാക്ഷി എന്നുള്ള ശബ്ദം വിനയിതാവും സാക്ഷിയുമായവൻ എന്ന അർത്ഥത്തിലാവാം, അഥവാ വിനയിതാവും അസാക്ഷിയും എന്ന അർത്ഥത്തിലുമാവാം. വിനയിത എന്ന് പറയുമ്പോൾ വിശേഷേണ നയിക്കുന്നവനാണ്, വിശേഷമായി നയിക്കുന്നവൻ. അഥവാ വിനയിത്വമാണ് വിനയിത. വിനയഭാവം, നേതൃത്വഭാവം, വിശേഷമായ നയയുക്തമായ ഭാവം. അപ്പൊ സകല ജീവരാശിയുടെയും വിനയിത്വത്തെ ദർശിക്കുന്നവനാരോ അവൻ വിനയിതാ സാക്ഷി. വിനയിതയുടെ വിനയിതാഭാവത്തിൻ്റെ സാക്ഷി,
സാക്ഷി എന്ന് പറയുമ്പോൾ സാക്ഷാദീക്ഷതേ, നേർക്ക് ദർശിക്കുന്നവൻ, കാണുന്നവൻ എന്നർത്ഥം. സകല പ്രജകളെയും നയിക്കുന്ന ഭാവത്തെ, വിനയിത്വത്തെ കാണുന്നവനാരോ അവനാണ് വിനയിതാ സാക്ഷി. ഇനി ഇതേ ശബ്ദത്തെ നമുക്ക് വേറെ രീതിയിൽ കാണാം. വിനയിതാവുമാണ് അസാക്ഷിയുമാണ്. ഈ പ്രപഞ്ചത്തെ മുഴുവൻ വിശേഷേണ നയിക്കുന്ന ഭാവമുണ്ട്. അതേ സമയത്ത് ഒന്നും കണ്ടറിയുന്നില്ല, വിശേഷമായി ആത്മഭിന്നമായി ഒന്നിനെയും കാണുന്നില്ല. ആത്മഭിന്നമായി യാതൊന്നിനെയും കാണാതിരിക്കുന്നത് കൊണ്ട് അസാക്ഷിയാണ്. അങ്ങനെ അർത്ഥം മനസ്സിലാക്കേണ്ടതാണ്. അപ്പം ഗതിവാചിയാണ് വിനയിത ശബ്ദം. ഗമനത്തോടു കൂടിയ ഒന്നിനെയും തന്നെ ദർശിക്കാത്തവൻ, കേവലം ആത്മദർശനത്തിൽ അഭിരമിച്ചു കഴിയുന്നവൻ, അവനെ സംബന്ധിച്ച് മറ്റ് വിഷയങ്ങളും ലോകവുമെല്ലാം അപ്രസക്തമാണ്. അതുകൊണ്ട് വിനയിത അസാക്ഷി, വിനയിത സാക്ഷി, രണ്ട് രീതിയിലും അർത്ഥം നമുക്ക് മനസ്സിലാക്കാം. മുകുന്ദ, മുക്തിം ദദാതീതി മുകുന്ദ. മുച്ചിള് മോചന എന്നാണ്. സർവ ദുഃഖങ്ങളിൽ നിന്നും അജ്ഞാനത്തിൽ നിന്നുമുള്ള മോചനം. അപ്രകാരമുള്ള മോചന ലക്ഷണമാകുന്ന മുക്തിയെ പ്രദാനം ചെയ്യുന്നവൻ, തത്വവിജ്ഞാനത്തിലൂടെ മുക്തിയെ പ്രദാനം ചെയ്യുന്നവനാരോ അവൻ മുകുന്ദ. തുടർന്ന് അമിത വിക്രമ എന്ന് പറയുന്നു. അമിത വിക്രമ എന്ന് പറയുമ്പോൾ അമിതമായ വിക്രമത്തോട് കൂടിയവനാണ്. അമിതം, പരിമിതിയില്ലാത്ത. മിതമായ എന്ന് പറഞ്ഞാൽ പരിമിതമായ, കണക്കുള്ള, മാത്രയുള്ള. അമിതമായ എന്ന് പറഞ്ഞാൽ കണക്കില്ലാത്ത, മാത്രാരഹിതമായ എന്ന് വെച്ചാൽ ഇത്രയെന്ന് അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയാത്ത അഥവാ പരിമിതിയില്ലാത്ത വിക്രമത്തോടു കൂടിയവൻ. വിക്രമം എന്ന് പറയുമ്പോൾ വിശേഷക്രമമാണ്. ക്രമശബ്ദത്തിന് ക്രമു പാദവിക്ഷേപ എന്നാണ് അർത്ഥം. പാദവിക്ഷേപം. അപ്പം മിതം അല്ലാത്ത അമിതമായ പാദവിക്ഷേപത്തോട് കൂടിയവൻ, വിശേഷമായ പാദവിക്ഷേപത്തോട് കൂടിയവനാണ് അമിത വിക്രമ. രണ്ട് രീതിയിൽ അർത്ഥം പറയാം. ഒന്ന്, ധർമ്മസംരക്ഷണാർത്ഥം സ്വീകരിക്കുന്ന അവതാരങ്ങളിൽ വാമനമൂർത്തിയായി അവതരിച്ച് രണ്ട് കാൽവെപ്പ് കൊണ്ട് സമ്പൂർണ്ണ പ്രപഞ്ചത്തെയും അളന്ന് പൂർത്തിയാക്കിയവൻ. മൂന്നാമത്തെ കാൽവെപ്പിനിടമില്ല. അങ്ങനെ തീർത്തും അമിതമായ അചിന്ത്യ വൈഭവത്തോടു കൂടിയ വിക്രമത്തോടു കൂടിയവനാണ്. ഇനി ഇങ്ങനെ അവതാരം എന്നുള്ള അർത്ഥം എടുക്കാതെ ഭഗവാൻ മഹാവിഷ്ണു എന്നുള്ള അർത്ഥം എടുക്കുമ്പോൾ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സ്ഥിതിപാലകനായതുകൊണ്ട് സകല പ്രപഞ്ചത്തെയും സംരക്ഷിക്കുന്നവനായതുകൊണ്ട് അമിതമായ വിക്രമത്തോടു കൂടിയവൻ, ലോകം മുഴുവൻ എത്തിച്ചേരുന്നവൻ, സർവത്ര എത്തിച്ചേരുന്നവൻ എന്നർത്ഥം വരും. ഈ രണ്ടർത്ഥങ്ങളും നല്ലപോലെ ചിന്തിക്കട്ടെ നമ്മൾ. അംഭോനിധി, അംഭോനിധി, അംഭസിൻ്റെ നിധി. അംഭസ് ജലമാണ്. ജലത്തിൻ്റെ നിധി എന്ന് പറയുമ്പോൾ സമുദ്രമാണ്. സമുദ്രം
അപ്പൊ സമുദ്രത്തെ ഭഗവത് രൂപത്തിൽ നമ്മൾ കാണുന്നു. അതുകൊണ്ട് ഭഗവാനെ അംഭോനിധി, സമുദ്രം എന്ന് വിളിക്കുന്നു. സരസാമസ്മി സാഗരഃ എന്ന് ഗീതയിലും പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. സരസുകളുടെ കൂട്ടത്തിൽ ഞാൻ സാഗരമാകുന്നു. അങ്ങനെ സാഗര സ്വരൂപനായവനാണ് അംഭോനിധി. തീർത്തും ഭിന്നമായൊരർത്ഥത്തെ ഭഗവാൻ ഭാഷ്യകാരൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അംഭാംസി ദേവാദയഃ അസ്മിൻ നിധീയന്തേ ഇതി അംഭോനിധി. അപ്പൊ അംഭസ്സുകൾ എന്ന് പറയുമ്പോൾ ദേവന്മാർ തുടങ്ങിയവർ എന്നർത്ഥം. അതെങ്ങനെ എന്നാണെങ്കിൽ, താനി വാ ഏതാനി ചത്വാര്യംഭാംസി ദേവാ മനുഷ്യ പിതരോസുരാഹ എന്നുള്ളൊരു ശ്രുതിവാക്യം, വേദവാക്യം ഭാഷ്യകാരൻ സമുദ്ധരിക്കുന്നുണ്ട്. ഈ 4 എണ്ണമാണ് അംബസ്സുകൾ. ദേവന്മാര്, മനുഷ്യന്മാര്, പിതൃക്കള്, അസുരന്മാര്. ദേവന്മാര്, മനുഷ്യന്മാര്, പിതൃക്കള്, അസുരന്മാര് എന്നിവർക്കാണ് അംബസ്സുകൾ എന്ന് പറയുന്നത് ശ്രുതിക്കനുസരിച്ച്. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ 4 അംബസ്സുകളും ആരിൽ നിധീയന്തേ ചെന്ന് ചേരുന്നുവോ, താത്പര്യം ദേവന്മാർക്കും മനുഷ്യന്മാർക്കും പിതൃക്കൾക്കും അസുരന്മാർക്കും ഏകാശ്രയമായവൻ, ഏക പ്രാപ്യസ്ഥാനമായവൻ ആരോ അവൻ അംഭോനിധി. സാമാന്യ അർത്ഥം സമുദ്രം എന്ന് മനസ്സിലാക്കുക. വിശേഷമായിട്ട് ദേവന്മാർക്കും മനുഷ്യന്മാർക്കും പിതൃക്കൾക്കും അസുരന്മാർക്കും പ്രാപ്യസ്ഥാനമായവൻ അല്ലെങ്കിൽ പ്രാപ്തിസ്ഥാനമായവൻ എന്നർത്ഥം മനസ്സിലാക്കുക. അംഭോനിധി. അനന്താത്മാ. അനന്താത്മാ, അനന്തമായ സ്വരൂപത്തോടൊത്തവൻ, അനന്തമായ ആത്മഭാവത്തോടൊത്തവൻ. താത്പര്യം ദേശത്തിനോ കാലത്തിനോ അനുസരിച്ച് യാതൊരു വിധത്തിലുള്ള പരിമിതിയുമില്ലാതെ, പരിധികളില്ലാതെ സർവത്ര സദാ സർവഥാ വ്യാപിച്ചിരിക്കുന്നവൻ. സർവവ്യാപീച്ച ഭഗവാൻ. ഭഗവാൻ സർവവ്യാപിയാകുന്നു. അതാണ് അനന്താത്മാ. ശ്രുതി തന്നെ ആത്മയാഥാത്മ്യ നിരൂപണം ചെയ്യുന്ന സന്ദർഭത്തിൽ സത്യം ജ്ഞാനം അനന്തം ബ്രഹ്മ എന്ന് ഉപദേശിക്കും. സത്യവും ജ്ഞാനവും അനന്തവുമാണ് ബ്രഹ്മം എന്നർത്ഥം. അവിടെ അനന്തം എന്നുള്ളതിന് അപരിച്ഛിന്നം, അപരിമിതം, ദേശം കൊണ്ടോ കാലം കൊണ്ടോ വസ്തു കൊണ്ടോ പരിമിതിയില്ലാത്തത് എന്നർത്ഥം. അങ്ങനെ അനന്തമായ ആത്മാവോട് കൂടിയവൻ, സ്വരൂപത്തോടു കൂടിയവനാരോ അവനാണ് അനന്താത്മാ. മഹോദധിശയ. മഹോദധി, മഹത്തായ ഉദധി. ഉദധി സമുദ്രം. ഇപ്പൊ മഹോദധി എന്ന് പറഞ്ഞാൽ മഹാസമുദ്രം. മഹാസമുദ്രത്തിൽ ശയിക്കുന്നവൻ. മഹാസമുദ്രത്തിൽ മഹോദധൗ ശേതേ, മഹോദധിയിൽ ശയിക്കുന്നവൻ എന്ന് വെച്ചാൽ അർത്ഥം, ഈ പ്രപഞ്ച മഹാവികാരങ്ങളൊക്കെ അസ്തമിക്കുന്ന സംഹാരകാലത്തിൽ, കൽപ്പാന്തകാലത്തിൽ അഥവാ മഹാപ്രളയത്തിൽ സമ്പൂർണമായിരിക്കുന്ന ദൃശ്യവർഗവും വിലയിച്ച് ഏക ജലരാശിയായി, ആ ഏകമായ ജലരാശിയിൽ ശയിക്കുന്നവൻ നാരായണൻ. അഥവാ അങ്ങനെയുള്ള ഏകമായ ജലരാശിയിൽ ശേഷനുപരി അനന്തശായിയായി ശയിക്കുന്നവൻ. ഈ അർത്ഥങ്ങളൊക്കെ യോജിക്കും മഹോദധി ശയ
എന്ന പദത്തിന്. അന്തകഃ, അന്തകഃ അന്തത്തെ ചെയ്യുന്നവൻ, അന്തം കരോതീതി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിക്കപ്പെട്ട സകലത്തിൻ്റെയും അന്തത്തെ, അവസാനത്തെ മഹാപ്രളയത്തിൽ സംഹാരകാലത്തിൽ ചെയ്യുന്നവനാരോ, സകല ജീവരാശിയുടെയും അന്തത്തെ ചെയ്യുന്നവനാരോ, അഥവാ അജ്ഞാനത്തിൻ്റെ അവിദ്യയുടെ സംസാര ബന്ധങ്ങളുടെ അന്തത്തെ ചെയ്യുന്നവനാരോ അവനാണ് അന്തകഃ. അത് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ അക്കഹ് വന്നിട്ടാണ് അന്തക ശബ്ദം ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ അത് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിൽ കാ വരാം, അന്തത്തെ ചെയ്യുന്നവൻ. ഇങ്ങനെ ഈ ശ്ലോകത്തിൽ ജീവഃ, വിനയിതാ സാക്ഷി, മുകുന്ദഃ, അമിതവിക്രമഃ, അംഭോനിധിഃ, അനന്താത്മാ, മഹോദധിശയഃ, അന്തകഃ, ഇങ്ങനെ 8 പേരുകളാണ്. തുടർന്ന് നമുക്ക് അടുത്ത പ്രാവശ്യം ശ്രദ്ധിക്കാം. അപ്പോൾ